Hello children, good morning. സുഖമല്ലേ എല്ലാവർക്കും? ഇന്നലെ വീട്ടിൽ ചെന്നിട്ടെല്ലാം നോക്കിയോ, പഠിച്ചോ? വാട്ട് ഡിഡ് വി സ്റ്റഡി യെസ്റ്റർഡേ? സ്റ്റഡീഡ് അബൌട്ട് ഹും? ആരെക്കുറിച്ചാണ് പഠിച്ചത്? സ്റ്റഡീഡ് അബൌട്ട് ദ സ്റ്റോറി ഓഫ് എ സ്റ്റുഡൻറ്റ്. സ്റ്റുഡൻറ്റിൻ്റെ പേര് ഇന്നലെ കിട്ടിയില്ല അല്ലേ? കിട്ടിയോ? നമ്മൾ കിട്ടും, ഇന്ന് കിട്ടും. നമുക്ക് ആ കുട്ടിയുടെ പേര് എന്താണ് ഇന്ന് കിട്ടും അല്ലേ? ഓക്കെ, മാർത്ത എന്നാണ് ആ പേര്. നമ്മളിന്ന് ശരിക്കും ആ പേര് കാണും, മാർത്ത. ഓക്കെ, ക്യാൻ യു ടെൽ മീ സംതിങ് അബൌട്ട് മാർത്ത? അല്ലെങ്കിൽ വാട്ട് ഈസ് അവർ സ്റ്റോറി? എന്തിനെക്കുറിച്ച് നമ്മൾ പഠിച്ചത്? ഇന്നലെ കണ്ടത് എന്താണ്? മാർത്ത വാസ് എ സ്റ്റുഡൻറ്റ് ഓഫ് ടെക്സാസ് സ്കൂൾ അല്ലേ? ടെക്സാസിലെ സ്കൂളിലാണ് മാർത്ത പഠിച്ചത്. ഓക്കെ, പിന്നെ എന്താ മാർത്തയുടെ പ്രത്യേകത എന്തായിരുന്നു? ഷി വാസ് എ സ്ട്രേറ്റ് എ ഗ്രേഡ് ഹോൾഡർ ഫ്രം ക്ലാസ് 1 to 8 അല്ലേ? 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ മാർത്ത അല്ലേ ഒരു എ ഗ്രേഡ്, നമ്മളിവിടെ A+ പറഞ്ഞ പോലെ തന്നെ ഒരു A+ ഗ്രേഡ് അല്ലെങ്കിൽ ഒരു A ഗ്രേഡ് ഇങ്ങനെ തുടർച്ചയായിട്ട് കഠിനാധ്വാനത്തിലൂടെ നേടിക്കൊണ്ടിരിക്കുകയാണ് കുട്ടി അല്ലേ? പിന്നെ എന്താ പഠിച്ചത്? ഓക്കെ, മാർത്ത വാസ് എ പുവർ ചൈൽഡ്. ഷി വാസ് ഫ്രം എ പുവർ ഫാമിലി. ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നായിരുന്നു. സ്പോർട്സ് ജാക്കറ്റ് എന്ന് പറയുന്ന അവിടെ ഒരു ജാക്കറ്റ് ഉണ്ടായിരുന്നു അല്ലേ? അവിടെ ഒരു അവാർഡ് ഉണ്ടായിരുന്നു, സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അത് കിട്ടണമെങ്കിൽ അതിൽ ചേരണമെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? രജിസ്ട്രേഷൻ ഫീ കൊടുക്കണം. പിന്നെ യൂണിഫോം ഫീ ഒക്കെ കൊടുക്കണമായിരുന്നു. പിന്നെ ടൂറ് ഒക്കെ പോകും, അതുമായിട്ട് ബന്ധപ്പെട്ട ടൂറും സ്റ്റഡി ടൂറൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അതൊന്നും മാർത്തയ്ക്ക് കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് മാർത്ത എന്ത് ചെയ്തു? ഷീ സ്റ്റഡീഡ് വെരി വെരി ഹാർഡ്. തുടക്കം മുതലേ 1ാം ക്ലാസ് മുതലേ കഠിനാധ്വാനം ചെയ്തു അല്ലേ? പിന്നെ നമ്മൾ കണ്ടു അവളുടെ സിസ്റ്റർ റോസിക്കും എന്ത് കിട്ടിയിരുന്നു? ഷീ ഓൾസോ ഹാഡ് ഗോട്ട് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. അതും മാർത്തയ്ക്ക് എന്തായിരുന്നു? ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു അല്ലേ? ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രോത്സാഹനം, ഒരു ഉത്തേജനമായിരുന്നു അല്ലേ? ഓക്കെ, നൗ ലെറ്റ്സ് കണ്ടിന്യൂ. നമുക്ക് തുടരുമല്ലേ? പ്ലീസ് ടേക്ക് ദ ടെക്സ്റ്റ് ബുക്ക്, പാരഗ്രാഫ് നമ്പർ 4. ഷാൽ ഐ റീഡ്? ഞാൻ വായിക്കട്ടെ? ഓക്കെ, ഐ വിൽ റീഡ്. നിങ്ങൾ ലിസൺ കെയർഫുള്ളി, ശ്രദ്ധയോടെ കേൾക്കുക കേട്ടോ. ഇൻ മെയ്, ക്ലോസ് ടു ഗ്രാജുവേഷൻ, സ്പ്രിംഗ് ഫീവർ ഹാഡ് സ്ട്രക്ക് ആസ് യൂഷ്വൽ വിത്ത് എ വെഞ്ചൻസ്. No one paid any attention in class. Instead, we stared out of the windows and at each other, wanting to speed up the last few weeks of school. I despaired every time I looked in the mirror. Pencil thin, not a curve anywhere. I was called beanpole and string bean, and I knew that's what I looked like. That really wasn't much for a 14-year-old to work with.
I thought as I absent mindedly wandered from my history class to the gym. Another hour of sitting in basketball and displaying my toothpick legs was coming up. Then I remembered my pea shorts were still in a bag under my desk where I'd forgotten them. I had to walk all the way back and get them. Coach Thompson was a real bear if someone wasn't dressed for PE. She had said I was a good forward and even tried to talk Grandpa into letting me join the team once. Of course, Grandma said no. I was almost back at my classroom door when I heard voices raised in anger as if in some sort of argument. I stopped. I didn't mean to eavesdrop. I just hesitated, not knowing what to do. I needed those shots and I was going to be late. But I didn't want to interrupt an argument between my teachers. I recognized the voices. Mr. Schmidt, my history teacher, and Mr. Boone, my maths teacher. They seemed to be arguing about me. I couldn't believe it. I still remember the feeling of shock that rooted me flat against the wall as if I were trying to blend in with the graffiti written there. I refuse to do it. I don't care who her father is. Her grades don't even begin to compare to Martha's. I won't lie or falsify records. Martha has a straight A plus average, and you know it. That was Mr. Schmidt, and he sounded very angry. Mr. Boone's voice sounded calm and quiet. Look, Joan's father is not only on the board, he owns the only store in town. We could say it was a close tie, and the pounding in my ears drowned out the rest of the words. Only a word here and there filtered through. Martha is Mexican. Resign. Won't do it. Mr. Schmidt came rushing out and luckily for me went down the opposite way towards the auditorium so he didn't see me. Shaking, I waited a few minutes and then went in and grabbed my bag and fled from the room. Mr. Boone looked up when I came in but didn't say anything. To this day, I don't remember if I got in trouble in PE for being late or how I made it through the rest of the afternoon. I went home very sad and cried into my pillow that night so grandmother wouldn't hear me. It seemed a cruel coincidence that I had overheard that conversation. The next day, when the principal called me into his office, I knew what it would be about. He looked uncomfortable and unhappy. I decided I wasn't going to make it any easier for him. So I looked him straight in the eyes. He looked away and fidgeted with the papers on his desk. Martha, he said, there's been a change in policy this year regarding the scholarship jacket. As you know, it has always been free. He cleared his throat and continued. This year, the board has decided to charge $15, which still won't cover the complete cost of the jacket. Okay, children, how was the story?
Okay, now you read silently. While reading, നിങ്ങൾ നിശബ്ദമായിട്ട് വായിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? അണ്ടർലൈൻ ദ ഡിഫിക്കൽട്ട് വേർഡ്സ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടെന്ന് തോന്നുന്ന വാക്കുകൾ അടിയിൽ വരയ്ക്കുകയും ചെയ്യുക. ഓക്കെ, ഫിനിഷ് റീഡിങ്. വായിച്ചു കഴിഞ്ഞില്ലേ? ഡിഡ് യു ഫൈൻഡ് ഔട്ട് ദ ഡിഫിക്കൽട്ട് വേർഡ്സ്? ബുദ്ധിമുട്ടുള്ള വാക്കുകളെ കണ്ടെത്തിയില്ലേ? ഓക്കെ, ടെൽ ദ വേർഡ്സ്. ഓക്കെ, വിച്ച് വൺ? വെഞ്ചൻസ്. ഓക്കെ, ഫ്രം പാരഗ്രാഫ് നമ്പർ 4. വെഞ്ചൻസ്. ഓക്കെ, എന്താ വെഞ്ചൻസ് എന്ന് പറഞ്ഞ അർത്ഥം? പ്രതികാരം അല്ലേ? റിവെഞ്ച്. സ്പെല്ലിങ് നമ്മുടെ സ്ക്രീനിലുണ്ടല്ലേ, നോക്കണേ. നെക്സ്റ്റ്, ഡെസ്പേർഡ്. എന്താ ഡെസ്പേർഡ്? ആ സ്പെല്ലിങ് നോക്കണേ. ഡെസ്പേർഡ് എന്ന് പറഞ്ഞാൽ ലൂസ് ഹോപ്പ്, പ്രതീക്ഷ നഷ്ടപ്പെടുക അല്ലേ? ഡെസ്പേർഡ്. ഓക്കെ, അടുത്ത വാക്ക് ആർഗ്യുമെൻറ്റ്. വെരി ഗുഡ്. പേജ് നമ്പർ പാരഗ്രാഫ് നമ്പർ 5 അല്ലേ? ആർഗ്യുമെൻറ്റ്. എന്താണ് ആർഗ്യുമെൻറ്റ് എന്ന് പറഞ്ഞാൽ? തർക്കം അല്ലേ? തർക്കം. നെക്സ്റ്റ്, എനി അതർ വേർഡ്സ്? വാട്ട്? ഈവ്സ് ട്രോപ്പ്. പാരഗ്രാഫ് നമ്പർ 5 തന്നെയുണ്ട് അല്ലേ? ഈവ്സ് ട്രോപ്പ്. എന്താ ഈവ്സ് ട്രോപ്പ് എന്ന് പറഞ്ഞാൽ? ടു ലിസൺ പ്രൈവറ്റ്ലി സംതിങ് അല്ലേ? ഒളിഞ്ഞിരുന്ന് കേൾക്കുക അല്ലേ? ഇന്നിപ്പോൾ ഒരാളുടെ സംഭാഷണമൊക്കെ എന്ത് ചെയ്യുക? ഒളിഞ്ഞിരുന്ന് കേൾക്കുക. അതിനാണ് എന്താ പറയുക? ഈവ്സ് ട്രോപ്പ്. ഓക്കെ, എനി അതർ വേർഡ്സ്? വേറെ എന്തെങ്കിലും വാക്കുണ്ടോ? ഓക്കെ, ഏതാണ്? ഗ്രാഫിറ്റി അല്ലേ? ഏത് പാരഗ്രാഫിലാണ്? പാരഗ്രാഫ് നമ്പർ 5 തന്നെ ഗ്രാഫിറ്റി. എന്താ ഗ്രാഫിറ്റി എന്ന് പറഞ്ഞാൽ? നിങ്ങൾ കാണുമല്ലേ, നമ്മൾ ചുമരെഴുത്തെന്ന് പറയും അല്ലേ? ചുമരെഴുത്ത്. ഈ വാളിലൊക്കെ ചുമരിലൊക്കെ ഇങ്ങനെ എഴുതിയ വാക്കുകൾക്കാണെന്ന് പറയാം ഗ്രാഫിറ്റി എന്ന് പറയാം. എനി അതർ ഡിഫിക്കൽട്ട് വേർഡ്സ്? പാരഗ്രാഫ് നമ്പർ 6 or 7. Any other words? What? Falsify. Yes. Yeah, that also comes in paragraph number 5. Falsify. എന്താ falsify എന്ന് പറഞ്ഞാൽ? falsify എന്ന് പറഞ്ഞാൽ എന്താണ്? തിരുത്തുക അല്ലേ? തിരുത്തലുകൾ നടത്തുക അല്ലേ? ഓക്കെ. Any other words? Nice. Okay. It's there in the screen. All the words are there in the screen and the meanings are also there. അല്ലേ? സ്ക്രീനിൽ വാക്കുകളുമുണ്ട്, അവയുടെ അർത്ഥവുമുണ്ട്. Now let us come to the story. ഓക്കെ, ഇന്നലത്തെ നമ്മൾ കണ്ടു. എന്താ കണ്ടത്? It was Martha's dream to win the scholarship jacket. ഇനി പാരഗ്രാഫ് നമ്പർ 4 എന്താ പറയുന്നത്? ഇതിൻ്റെ ഇടയിൽ പിന്നെ എന്താ സംഭവിച്ചെന്ന് പറയുന്നത് അല്ലേ? ഏകദേശം while she was about to complete the 8th grade അല്ല, 8th grade ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന അവസരത്തിൽ സ്പ്രിംഗ് ഫീവർ സ്ട്രക്ക് വിത്ത് വെഞ്ചൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പ്രിംഗ് ഫീവർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ വസന്തം, ഫീവർ എന്ന് പറഞ്ഞാൽ എന്താ? പനി. ഇപ്പോൾ സ്പ്രിംഗ് ഫീവർ എന്ന് പറഞ്ഞാൽ വസന്തകാലത്ത് വരുന്ന ഒരു പനി. അത് തന്നെ അവിടെ പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ വസന്തകാലത്ത് വല്ലാത്ത ആ ഒരു അസ്വസ്ഥത സൃഷ്ടിച്ചുകൊണ്ട് ഒരു അണ്ണീസിനെസ് എന്ന് പറഞ്ഞാൽ ഒരു അസ്വസ്ഥത സൃഷ്ടിച്ചുകൊണ്ട് വരുന്ന ഒരു പിന്നെ തരം അസുഖമാണ് സ്പ്രിംഗ് ഫീവർ. ഭയങ്കര തണുപ്പും പിന്നെ ദേഹത്ത് ചൊറിച്ചിൽ പോലൊക്കെ ഉണ്ടാകുക, അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ചെറിയൊരു അസുഖമാണ് സ്പ്രിംഗ് ഫീവർ. അപ്പോൾ ഈ കുട്ടികൾ അത് മിക്കവരെയും ബാധിക്കും അത്. അപ്പം കുട്ടികളൊക്കെ ആകെപ്പാടെ മാർത്തെല്ലാം ആകെ വിഷമത്തിലായിരുന്നു. ഈ
കാരണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷവും കൂടെയാണല്ലോ. അതുകൊണ്ട് പഠനത്തിലൊന്നും, അതുകൊണ്ട് എന്താ അവരിത്, കാരണം എന്താണ്? കാരണം അവർക്ക് പഠനത്തിൽ അല്ലെങ്കിൽ ക്ലാസ്സിൽ വേണ്ട രീതിയിൽ ദേ കുഡ് നോട്ട് കോൺസെൻട്രേറ്റ്, ക്ലാസ്സിൽ അവർക്ക് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാനായിട്ട് സാധിച്ചില്ല, അല്ലേ? പിന്നെ മാർത്ത പറയുന്നു, മാർത്തയെക്കുറിച്ചൊരു നമുക്കൊരു വിവരം, മാർത്ത എങ്ങനെയായിരുന്നു, അല്ലേ? വാട്ട് വാസ് ഷീ ലൈക്ക്, അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർത്തയൊന്ന് വിവരിക്കാവോ? ഡിസ്ക്രൈബ് മാർത്ത, നമുക്കൊരു ചോദ്യമുണ്ടല്ലേ? ഡിസ്ക്രൈബ് മാർത്ത, മാർത്തയൊന്ന് വിവരിക്കാവോ? എന്തായിരുന്നു മാർത്ത? മാർത്ത എങ്ങനെയായിരുന്നത്? അവിടെ പറയുന്നുണ്ടല്ലേ, പെൻസിൽ തിൻ. പെൻസിൽ തിൻ എന്ന് പറഞ്ഞാൽ പെൻസിൽ പോലെ മെലിഞ്ഞതായിരുന്നു മാർത്ത. പിന്നെയോ നോട്ട് എ കേർവ് എനിവർ, ശരീരത്തിന് ഒരു വടിവും ഒന്നുമില്ലായിരുന്നു. പിന്നെന്താ? അതുകൊണ്ട് കുട്ടികൾ അവളെ കളിയാക്കി വിളിച്ചിരുന്നത് എങ്ങനെയാണ്? ബീൻ പോൾ, സ്ട്രിങ് ബീൻ. ഓക്കെ, കാരണം ബീൻ പോൾ, കാരണം ഈർക്കിൾ പോലെ ഉള്ളവൾ, അല്ലേ? അങ്ങനെ കുട്ടികൾ അവളെ ഈ കളിയാക്കി വിളിച്ചിരുന്ന 2 പേരായിരുന്നു ബീൻ പോൾ ആൻഡ് സ്ട്രിങ് ബീൻ. പിന്നെ നമ്മൾ ആ പാരഗ്രാഫിൽ എന്താ നിങ്ങൾ കണ്ടത്? മാർത്ത ഗോസ് ഫോർ ദ PE. എന്താ PE എന്നവിടെ കണ്ടില്ല? ടെക്സ്റ്റ് ബുക്കിൽ വായിച്ചു. പി എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, അല്ലേ? അല്ല നമ്മൾ PET എന്ന് പറയും, നമ്മൾ PET എന്ന് പറയാം നമ്മൾ, അല്ലേ? PET എന്ന് പറഞ്ഞാൽ എന്താ? ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ PET കളിക്കുന്ന പീരീഡ്, അല്ലേ? നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ കളി പീരീഡ്? PET എന്ന് പറയുന്ന ആ പീരീഡ് വരാൻ വേണ്ടി കാത്തിരിക്കും, അല്ലേ? അതേപോലെ പക്ഷേ മാർത്തയ്ക്ക് അത് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. കാരണം പിന്നെ എന്തായിരുന്നു, മാർത്ത ഈ ഷോർട്സൊക്കെ ഇട്ടായിരുന്നു പോകേണ്ടിയിരുന്നത്. ഷോർട്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഷോർട്സ് നിക്കറെന്നൊക്കെ പറയാം, അല്ലേ? പകുതി, പിന്നെ പാൻസിൻ്റെ പകുതിയേ ഉണ്ടാവുള്ളൂ, അല്ലേ? ഷോർട്സ്. അപ്പോൾ ഷോർട്സ് ഒക്കെ ഇട്ട് കളിക്കുക. കാരണം ഈ ഷോർട്സ് ഒക്കെ ഇട്ട് കളിക്കുമ്പോൾ, ബാസ്കറ്റ് ബോളും പിന്നെ ഒക്കെ കളിക്കുമ്പോൾ എല്ലാവരും തൻ്റെ ഈ ഈർക്കിൽ പോലെ മെലിഞ്ഞ കാല് കാണൂലേ എന്ന ഒരു പേടി ആർക്കുണ്ടായിരുന്നു? മാർത്തയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പം ഒരു ദിവസം മാർത്തയ്ക്ക് എന്ത് സംഭവിച്ചു? ഷീ ഫോർഗോട്ട് ടു ടേക്ക് ദ ഷോർട്സ്. എന്തെടുക്കാൻ മറന്നുപോയി? ഷോർട്സ് എടുക്കാൻ മറന്നുപോയി. അതെവിടെയായിരുന്നു? ബാഗിലായിരുന്നു. അപ്പോൾ അവൾ വീണ്ടും എന്ത് ചെയ്തു? തിരിച്ചു വന്നു, ക്ലാസ്സിലേക്ക് വന്നു. കാരണം ഷോർട്സ് ഇല്ലാതെ PETയിൽ സംബന്ധിക്കാൻ ആര് സമ്മതിക്കുകയില്ല? അവരുടെ സാറ്. വാട്ട് വാസ് ദ നെയിം ഓഫ് ദ ടീച്ചർ? PET ടീച്ചർ വായിച്ചപ്പോൾ കണ്ടില്ലേ? 4ാമത്തെ പാരഗ്രാഫ്, മിസ്റ്റർ തോംസൺ, അല്ലേ? സമ്മതിക്കുകയില്ല. അതുകൊണ്ട് ഇവൾ എന്ത് ചെയ്യുകയാണ്? PET ഷോർട്സ് എടുക്കാനായിട്ട് വരികയാണ്. പക്ഷെ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? അവളുടെ ക്ലാസ് റൂമിന് മുമ്പിലെത്തിയപ്പോൾ ഷീ ഹേഡ് ആൻ ആർഗ്യുമെൻറ്റ് ബിറ്റ്വീൻ 2 പേഴ്സൺസ്. 2 പേര് തമ്മിൽ ഏതോ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടു. എന്തിനെക്കുറിച്ച്? അപ്പോൾ അവൾ പിന്നെ അവിടെ നിന്നു. ഷീ സ്റ്റോപ്ഡ്. അവൾ ഒരു നിമിഷം അവിടെ നിന്നു. എന്നിട്ട് അവൾ എന്ത് ചെയ്തു? ഒളിഞ്ഞിരുന്ന് കേൾക്കാൻ വേണ്ടിയല്ല, നമ്മൾ ചെല്ലുമ്പോൾ ജസ്റ്റ് അവളത് ഉദ്ദേശിച്ചൊന്നുമല്ല. എന്നാൽ അവൾ ഈവ് സ്ട്രോക്ട്, അവിടെയാണ് പറയുന്നത് ഈവ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ അവളത് ഒളിഞ്ഞിരുന്ന് കേട്ടു. എന്തായിരുന്നു കോൺവെർസേഷൻ? അല്ലെങ്കിൽ ഹൂ വേർ ടോക്കിംഗ്? എന്തായാലും സംഭാഷണമല്ല, ആരാണ് സംസാരിച്ചത്? ഇറ്റ് വാസ് എ കോൺവെർസേഷൻ, അല്ലെങ്കിൽ ഇറ്റ് വാസ് ആൻ ആർഗ്യുമെൻറ്റ് ബിറ്റ്വീൻ മിസ്റ്റർ ഷുമെറ്റ്, ഹെർ ഹിസ്റ്ററി ടീച്ചർ, ആൻഡ് മിസ്റ്റർ ബൂൺ, ഹെർ മാത്സ് ടീച്ചർ. അവർ തമ്മിലായിരുന്നു ആർഗ്യുമെൻറ്റ്. ഓക്കെ, ഇനി ഏറ്റവും പ്രസക്തം എന്താണ്? വാട്ട് വാസ് ദ ആർഗ്യുമെൻറ്റ് അബൌട്ട്? എന്തിനെക്കുറിച്ചായിരുന്നു അവർ സംസാരിച്ചത്? അല്ലെങ്കിൽ വാട്ട് വാസ് ദ സബ്ജക്റ്റ് ഓഫ് ദ ആർഗ്യുമെൻറ്റ്? സബ്ജക്റ്റ് എന്ന് പറയുന്നത് അർത്ഥം വിഷയം. അവരുടെയും തർക്ക വിഷയം എന്തായിരുന്നു? ആരെക്കുറിച്ചായിരുന്നു തർക്ക വിഷയം? വായിച്ചും കിട്ടിയോ? ദേ വേർ ആർഗ്യൂയിങ് അബൌട്ട് മാർത്ത. മാർത്തയെക്കുറിച്ചായിരുന്നു അവർ സംസാരിച്ചത്. അതുകൊണ്ടാണ് മാർത്ത അവിടെ മാർത്ത എന്നൊക്കെ പറഞ്ഞപ്പം അറിയാതെ മാർത്ത നിന്നു പോയത്. അല്ലാതെ അവരുടെ സംഭാഷണം ഒളിഞ്ഞെന്ന് കേൾക്കാൻ വേണ്ടി അല്ല.
ഓക്കെ, അവിടെ എന്തായിരുന്നു ആർഗ്യുമെൻറ്റ്? ഐ റെഫ്യൂസ് ടു ഡു ഇറ്റ്, ഐ ഡോണ്ട് കെയർ ഹൂ ഹെർ ഫാദർ ഈസ്, ഹെർ ഗ്രേഡ്സ് ഡോണ്ട് ഈവൻ ബീങ് ടു കമ്പയർ ടു മാർത്താസ്. ഇതാ അവൾ കേൾക്കുന്നത്. ഐ റെഫ്യൂസ്, ഞാനത് നിരസിക്കും, ഞാൻ സമ്മതിക്കുകയില്ല. എന്തിനു സമ്മതിക്കുകയില്ല? ഐ ഡോണ്ട് കെയർ ഹൂ ഹെർ ഫാദർ ഈസ്, അവളെ അച്ഛൻ ആരായാലും എനിക്ക് പ്രശ്നമില്ല. ഹെർ ഗ്രേഡ്സ് ഡോണ്ട് ഈവൻ ബിഗിൻ ടു കമ്പയർ ടു മാർത്തായുടെ മാർക്കിൻ്റെ അടുത്തെങ്ങും എത്തിയല്ല അവളുടെ. ഇതാരുടെ വാക്കുകൾ അവൾ കേട്ടത്? ഇത് ആരായിരുന്നു സംസാരിച്ചിരുന്നത്? അവളുടെ ഹിസ്റ്ററി ടീച്ചർ മിസ്റ്റർ ഷുമൻ. ആരോടെ സംസാരിക്കുന്നത്? അപ്പം അല്ലെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്നത് ഹെർ ഹിസ്റ്ററി ടീച്ചർ വാസ് ആർഗ്യൂയിങ് ഓർ ടോക്കിംഗ് ഇൻ ഫേവർ ഓഫ് മാർത്ത. മാർത്തയ്ക്ക് വേണ്ടി സംസാരിക്കും. കാരണം അല്ലെങ്കിൽ മറ്റേ ടീച്ചർ എന്താ പറഞ്ഞു കാണും, മാർത്തയ്ക്ക് പ്രാവശ്യം കൊടുക്കുന്നില്ല, മാർത്ത ശരിയല്ല. അതുകൊണ്ട് അവൾ ഹിസ്റ്ററി ടീച്ചർ തിരിച്ചു പറഞ്ഞു അല്ലേ? ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മറുപടി മറ്റേ ടീച്ചർ പറയുന്നുണ്ടത് അല്ലേ? ലുക്ക്, ജോൺസ് ഫാദർ ഈസ് നോട്ട് ഓൺലി ഓൺ ദ ബോർഡ്, ഹി ഓൺസ് ദ ഓൺലി സ്റ്റോർ ഇൻ ടൗൺ. വി കുഡ് സേ ഇറ്റ് വാസ് എ ക്ലോസ് ടൈ ആൻഡ്. കണ്ടോ? അപ്പം മിസ്റ്റർ ബൂൺ എന്താ പറഞ്ഞത്? മിസ്റ്റർ ഷുമാറ്റ്, നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, മിസ്റ്റർ നമ്മുടെ ജോവാൻ മറ്റൊരു കുട്ടി. അപ്പം ജോവാൻ എന്ന കുട്ടിക്ക് വേണ്ടിയാണ് ആര് ആർഗ്യൂ ചെയ്യുന്നത്? ആര് സംസാരിക്കുന്നത്? മിസ്റ്റർ ബൂൺ. അപ്പോൾ പറയാണ് മിസ്റ്റർ ബൂൺ പറയുക, എന്താ പറഞ്ഞത്? ഹെർ ഫാദർ, മിസ്റ്റർ ജോവാൻസ് ഫാദർ ഈസ് ഇൻ ദ ബോർഡ് എന്ന് പറഞ്ഞാൽ, ബോർഡ് എന്ന് പറഞ്ഞാൽ സ്കൂൾ മറ്റേ PTA ഉള്ള ആളാണ്, സ്കൂളിൽ എല്ലാ കാര്യങ്ങളും പങ്കെടുക്കുന്ന ആളാണ്. മാത്രമല്ല ഹി ഓൺസ് ദ ഓൺലി സ്റ്റോർ ഇൻ ദ ടൗൺ. ടൗണിൽ വലിയ ബിസിനസ്സൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുക്കേണ്ടത് ആർക്കാണ്? ജോവാനാണ്, ജോവാൻ എന്ന കുട്ടിക്കാണെന്ന് പറഞ്ഞു. ഇതായിരുന്നു അവർ തമ്മിലുള്ള ആർഗ്യുമെൻ്റ് അല്ലേ? പിന്നെ നമ്മളിങ്ങനെ ശരിക്ക് ഇത് കേൾക്കുന്ന മാർത്തയുടെ മനസ്സ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. മാർത്ത വാസ് റിയലി ഷോക്ക്ഡ് അല്ലേ? സത്യത്തിൽ ഷോക്ക് ആയിപ്പോയി മാർത്തയ്ക്ക് അല്ലേ? ഓക്കെ, സത്യത്തിൽ ഇതും കേട്ടിട്ടാണ് മാർത്ത അന്ന് കളിക്കാൻ പോകുന്നതും. പിന്നീട് എങ്ങോട്ട് പോയി മാർത്ത വളരെ ദുഃഖിതയായി വീട്ടിലേക്ക് പോകുന്നത്. സോ ഷീ വാസ് വെരി വെരി സാഡ്. ഓക്കെ, ഐ വിൽ ഗീവ് യു എ വർക്ക്ഷീറ്റ്. സാർ ഒരു വർക്ക്ഷീറ്റ് തരാം ഇവിടെ, നിങ്ങളത് ചെയ്യണം കേട്ടോ. ഓക്കെ, ദിസ് ഈസ് ഇനഫ് ഫോർ ടുഡേ. മതിയോ? പോരെ? ഇവിടെ നിർത്തുമല്ലേ? നമ്മൾ എന്താ പഠിച്ചത്? വാട്ട് ഡിഡ് വി സ്റ്റഡി? എന്തായി നമ്മൾ പഠിച്ചത്? നമ്മൾ കണ്ടത് മാർത്ത പിന്നെ ആ 8th ഗ്രേഡിൽ പഠിക്കുമ്പോൾ സ്പ്രിംഗ് ഫീവർ വന്നതിനെക്കുറിച്ച് പറഞ്ഞു അല്ലേ? പിന്നെ മാർത്തയെക്കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട് വിവരിച്ചു അല്ലേ? എന്താ പറയുന്നത്? വളരെ പെൻസിൽ തിന്നായിരുന്നു. പിന്നെന്താ പഠിച്ച പറ? ഓക്കെ, മാർത്തയെ വിഷമിപ്പിച്ചൊരു സംഭവം ഉണ്ടായല്ലേ? മാർത്ത ബിക്കെയിം വെരി സാഡ്. വൈ ഷി വാസ് സാഡ്? എന്തുകൊണ്ട് അവൾ സാഡായത്, ദുഃഖിതയായത്? ഷീ ഹാപ്പൻഡ് ടു ഹിയർ എ കോൺവെർസേഷൻ telling that this year's scholarship jacket should be given to another student named ജോവാൻ അല്ലേ? അത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇന്നത്തെ ഈ വർഷത്തെ സ്കോളർഷിപ്പ് ജാക്കറ്റ് നമുക്ക് ജോവാന് കൊടുക്കാം. കാരണം അവളുടെ ഫാദറുടെ ഏതിലാണ്? നമ്മുടെ സ്കൂള് PTA ഉണ്ട്, പിന്നെ വലിയ റിച്ചാണ്. ഓക്കെ, പക്ഷെ ശരിക്കും ആർക്കാണ് കിട്ടേണ്ടത്? മാർത്തയ്ക്ക്. ഓക്കെ, ദിസ് മെയ്ഡ് മാർത്ത വെരി സാഡ്. ഓക്കെ, താങ്ക് യു. മതിയല്ലേ?